എനിക്കൊക്കെ ഈ ബിസിനസ്സിൽ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് റിസൾട്ടുകള്, എണ്ണമറ്റ റിസൾട്ടുകൾ എനിക്ക് എന്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. എന്റെ വീട്ടിലൊക്കെ എന്നും എല്ലാ ആഴ്ചയിലും കുട്ടികൾക്ക് പല്ലുവേദന, അല്ലെ ജലദോഷം, അല്ലെ തുമ്മല്, ഈ അസുഖമായതിന്റെ പേരെ കുട്ടികൾക്ക് ഉണ്ട്. ഇപ്പൊ ആ കുട്ടികൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറില്ല. അവർക്ക് പല്ലുവേദന പ്രശ്നത്തിന് നമ്മളെ ഉൽപ്പന്നം ഉപയോഗിക്കുക. എന്റെ ഉൽപ്പന്നം ഞാൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നം ഇപ്പൊ നിങ്ങളെ കാണിച്ചാണ്. ഒരുപാട് ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ട്. ആ ഉൽപ്പന്നം ഒക്കെ ഞങ്ങൾ സ്വന്തം ഉപയോഗിക്കണം. എനിക്ക് ഷുഗർ വളരെ കൂടുതൽ ഉണ്ടായിരുന്നു. ഷുഗറിന്റെ റിസൾട്ടില് വളരെ കൂടുതൽ ഉണ്ടെന്ന് മാത്രമല്ല, ഞാനത് അയ്യൂബ് സാറിനെ ചോദിച്ചു. അയ്യൂബ് സാർ നിങ്ങളൊന്ന് HbA1c എന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. HbA1c ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കഴിക്കാൻ പറ്റും. ആയിക്കോട്ടെ. HbA1c റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞാൻ 450 ടെസ്റ്റ് ചെയ്തു. അതില് 9.29 എന്റെ റിസൾട്ട് വന്നു. ഞാൻ സാറിനെ കാണിച്ചു. അയ്യൂബ് സാറാ, ഞാൻ എല്ലാ കാര്യവും ചർച്ച ചെയ്ത അദ്ദേഹത്തിനോടാണ്. അവരെ കാണിച്ചപ്പോ അവര് പറഞ്ഞു, മൗലാന ഒന്നും വിചാരിക്കരുത്, നിങ്ങളെ ഷുഗർ അതിക്രമിച്ചിട്ടുണ്ട്, അത് അധികമായിട്ടുണ്ട്. ഇവിടെ 8 കഴിഞ്ഞാൽ ഓവറാണ്. പിന്നെന്താക്കും, 8 കഴിഞ്ഞാൽ ഓവറായാൽ നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ പ്രശ്നം വരും. അത് വരാതിരിക്കാൻ നമ്മൾ നോക്കണല്ലോ. അപ്പൊ എന്ത് ചെയ്യും സാറേ, നിങ്ങളൊന്ന് കഴിച്ചു നോക്കുന്ന. അങ്ങനെ ഞാൻ എന്താക്കി, ഏതായാലും വേണ്ടില്ല, പൈസ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമല്ലോ. ഞാൻ കഴിച്ചെന്ന് മാത്രല്ല, 3 മാസം കഴിച്ചതിന് ശേഷം ഞാൻ HbA1c എടുത്ത് പരിശോധിച്ചു. അപ്പൊ നിങ്ങൾ കേൾക്കണോ, അന്നത്തെ HbA1c പരിശോധിച്ച സമയത്ത് എന്റെ ഷുഗർ 3 മാസം കഴിച്ചിട്ട് 7.20 ആയി. 2.7 കുറഞ്ഞു. അപ്പൊ ഇത് നല്ലൊരു മാറ്റാണല്ലോ, ഇത് നല്ല റിസൾട്ട് ആണല്ലോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്റെ മനസ്സിൽ വീണ്ടും അയ്യൂബ് സാറിനെ പുകഴ്ത്തി പറയുന്നതല്ല, അയ്യൂബ് സാറിന്റെ ബാക്കി കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലൊരു കോൺഫിഡൻസ്. എനിക്ക് നിങ്ങൾക്കുണ്ടോന്ന് എനിക്കറിയില്ല, എനിക്കൊരു കോൺഫിഡൻസ്. അയ്യൂബ് സാറിന് എന്ത് വാക്കാണെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാലും ചോദിക്കലും സംസാരിക്കലും ചിലപ്പം അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ കൂടി, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കൂടി ഞാൻ അന്തിമ തീരുമാനം എടുക്കും. അങ്ങനെ എന്താക്കി, ഞാൻ അത് 3 മാസം കഴിച്ചതിന് ശേഷം പിന്നെ ഒരു 4 മാസം കഴിച്ചു. 4 മാസം കഴിച്ചു. 4 മാസം കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് ഗുളിയൊക്കെ നിർത്തി, ഇംഗ്ലീഷ് ഗുളിയൊക്കെ ഞാൻ നിർത്തി. ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോ എന്റെ ഷുഗറിന്റെ അളവ് രാവിലെ ഫാസ്റ്റിങ്ങില് അത് 128. എനിക്ക് വളരെ മനസ്സിനൊരു സമാധാനം. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ ഈ ഡൈബാ ലൈഫിന്റെ ഗുണമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ചിലപ്പോ അന്നായിരിക്കില്ല കിട്ടുന്നത്, അസമയത്തായി ഇപ്പൊ 128. ഞാൻ എന്റെ ഷുഗർ കൂടിയല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ പരിശോധിച്ച സമയത്ത് 128. ഇന്നലെ പരിശോധിച്ചിട്ടുണ്ട്. ഇന്നലെ പക്ഷെ 120. ഞാൻ ഇപ്പൊ നിങ്ങളെ വേണമെങ്കിൽ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇതിന്റെ ക്ലാസ്സിന് ശേഷം ഞാൻ കാണിച്ചപ്പെടുന്നുണ്ട് എന്റെ ടെസ്റ്റ്. അപ്പൊ അതാണ് നമ്മളെ ഷുഗറിന് ഈ പ്രൊഡക്റ്റിന്റെ. അതുപോലെ തന്നെ എന്റെ കാലിന് വല്ലാത്ത തരിപ്പായത്. തരിപ്പ് എന്ന് പറഞ്ഞാല്, തരിപ്പ് തന്നെ മനസ്സിലാവണ്ടോ നിങ്ങൾക്കല്ലേ? ഈ തരിപ്പ് ഞാന് ഈങ്ങാപ്പ് 2 ഡോക്ടർമാരെ പ്രധാനപ്പെട്ടവരെ കാണിച്ചു. മരുന്ന് കഴിക്കുന്ന സമയത്ത് എനിക്ക് മാറ്റമുണ്ടാവും, പിന്നെ വീണ്ടും തുടങ്ങും. അങ്ങനെ ഞാൻ താമരശ്ശേരി ഡോക്ടറുണ്ട്, അദ്ദേഹത്തിന്റെ ഞരമ്പിന്റെ ഡോക്ടറുണ്ട് കാണിച്ചു. എനിക്ക് കഴിക്കുമോ. പിന്നെ ലാസ്റ്റ് ഞാന് നമ്മളെ ഇപ്പം മേരിക്കുന്നിലെ ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റൽ ഡോക്ടർ അജിത് കുമാർ ഡോക്ടർ പാലക്കുറ്റിയിൽ വരുന്നുണ്ട്. ഇപ്പോഴല്ല, ദിവസം മുമ്പ് പാലക്കുറ്റി പമ്പിന്റെ മുമ്പിലായിക്കൊണ്ട് അജിത് കുമാർ വരുന്നുണ്ട്. ഈ അജിത് കുമാറിനെ ഞാൻ പോയി കാണിച്ചു. എനിക്ക് പ്രൊഡക്റ്റ് തന്നു, അവര് ഗുളിക തന്നു. എനിക്ക് തൽക്കാലം മാറ്റം കിട്ടി. പിന്നെയും എനിക്ക് ഈ സംഭവം തോന്നി. അങ്ങനെ ഞാൻ മേരിക്കുന്നിൽ പോയി. അങ്ങനെ സംഗതി ചെയ്താല് എന്റെ അസുഖം മാറി. മരുന്ന് കുടിക്കുമ്പോൾ മാറും, പിന്നെ വീണ്ടും ഉണ്ടാവും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ അതുകൊണ്ട് കുഴഞ്ഞു. ഭയങ്കര തരിപ്പ്. എവിടെ നിന്നാലും ഇരുന്നാലും കടന്നാലും ഒക്കെ തരിപ്പ്. ഈ കാലിന്റെ ഈ ഭാഗത്ത് ഞാൻ വെൽഹാർട്ട് കറക്റ്റായിട്ട് തെറ്റാണ്ട് വെൽഹാർട്ടും ഡയറിറ്റോക്സ് ഒക്കെ ഞാൻ കഴിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പറയാം. അതിന്റെ ശേഷം എനിക്ക് ഉണ്ടായിട്ടേ ഈ തരിപ്പ് എന്റെ ശരീരത്തിൽ നിന്ന് പോയി. എനിക്ക് വലിയ മാറ്റമല്ലേ? ഈ മാറ്റം ജനങ്ങളോ പറയുന്നതാണോ തെറ്റ്? മറ്റൊരുത്തിന്റെ വിഷമം നമ്മൾ കണ്ടറിഞ്ഞ് അവരോട് സഹകരിക്കുക, അവരെ അത് മാറ്റിക്കൊടുക്കാൻ നമ്മൾ കഴിഞ്ഞെങ്കിൽ, അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ, ഇതല്ലേ ഈ ബിസിനസ്സിൽ കിട്ടുന്ന വിജയം? മറ്റുള്ളവരുടെ വിഷമം നമ്മൾ കണ്ടറിഞ്ഞ് അവർക്കൊരു പ്രയാസങ്ങൾ നീക്കി കൊടുത്താൽ അതാണ് ഈ ബിസിനസ്സിൽ കിട്ടുന്ന വിജയം എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അവർക്ക് മറ്റുള്ള എത്രയോ ആൾക്ക് ഈ വെൽഹാർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. കവചപ്രാശം ഒരുപാട് ആൾ കൊടുത്തിട്ടുണ്ട്. കവച
കവചപ്രാശം കൊടുത്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര ഈ ആശാരിപ്പണി എടുക്കാൻ നേരത്ത് തുടങ്ങും ഈ പൊടിന്റെ അലർജി കൊണ്ട് തുമ്മല് ഒരുപാട് തുമ്മും. അയാൾ ആശുപത്രിയിൽ കാണിച്ച് മാറ്റം കിട്ടിയില്ല. എന്റെ വീടിന് തൊട്ടടുത്തുനിന്ന് ആ തൊട്ട മഹല്ല ഞാൻ നിങ്ങൾ വന്ന ആളെ കാണിച്ചു തരാൻ കഴിയും. ഞാൻ മിഞ്ഞാന്ന് അദ്ദേഹത്തിനെ ഒരു മരിച്ച വീട്ടിൽ വെച്ച് കണ്ടു. അയാൾക്ക് കൊടുത്തിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന് ഒന്ന് കുടിച്ചപ്പോ എന്നെ പറഞ്ഞു സമാധാനമുണ്ട്. ഞാൻ പറഞ്ഞു 3 എണ്ണം കഴിക്കാന്ന് പറഞ്ഞു. പൊന്നാരെ അവർക്ക് എന്താക്കി ഞാൻ ഒന്നും കൂടി കൊടുത്തിട്ട് വാങ്ങി. അങ്ങനെ എന്താക്കി ഞാൻ അദ്ദേഹത്തിന് കവചപ്രാശം 2 എണ്ണം കൊടുത്തു. ഇപ്പൊ കണ്ടെന്ന് ചോദിച്ചു എന്റെ അസുഖം മാറിയെന്നാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ കണ്ടല്ലോ അദ്ദേഹത്തിന് മരിച്ച വീട്ടില്. പക്ഷെ അദ്ദേഹത്തിന് ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ തുമ്മലൊക്കെ അവിടെ പോയി? അത് പിന്നെ ഉണ്ടായിട്ടില്ല എന്നാണ്. ഇത്ര വലിയ റിസൾട്ട് അതിൽ ഒരുപാട് മരുന്ന് കഴിച്ചാ ഈ റിസൾട്ട് ഇതിനല്ല വേറെ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇതുപോലെ തന്നെ 2-3 റിസൾട്ട് വേറെ ഈ കവചപ്രാശത്തിന്റെ പറയാനുണ്ട്. ഇത് ഒന്ന് പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇപ്പോഴും കാണുന്നത് എന്റെ വീടിന്റെ തൊട്ടടുത്ത മഹലുള്ള വ്യക്തിയാണ്. പേര് നമ്മളെ സുഹൃത്തും കൂടിയാണ്, പഴയകാല സുഹൃത്തും കൂടിയാണ്. അത് അദ്ദേഹത്തിന് അത് ഫലിച്ചിട്ടുണ്ട്. വളരെ ഫലം ഉണ്ടായിട്ടുണ്ട്. ജലദോഷം തുമ്മലായിരുന്നു ഏ സമയത്ത് മൂക്കൂടെ. അതുപോലെ തന്നെ നമ്മളെ ഈ എന്റെ ഒരു പിന്നെ ഒരു ലീഡർ ഉണ്ട് എന്റെ എന്റെ ഓർഗ് 1-ലാണ് സലാമുദ്ദീൻ സാർ എന്ന് പറയും. അദ്ദേഹത്തിന്റെ മകൾക്ക് ഈ കവചപ്രാശം കൊടുത്ത് റിസൾട്ട് കിട്ടിയിട്ടാണ്. അദ്ദേഹം എഞ്ചിനീയർ ആണ്. എന്റെ കൂടെ വന്ന് ഐഡിയ അടിച്ച് ചേർന്ന് അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടിയോണ്ടാ. അപ്പൊ അവരുടെ മകൾക്ക് ശ്വാസം മുട്ടിന് ആയുശ്വാസം കവചപ്രാശം കൊടുത്തു. ശ്വാസം മുട്ടും അലർജി. അപ്പൊ അതിന് വളരെ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവർ ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. അങ്ങനെ ഒരുപാട്